അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് മടിച്ചികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി, ഇന്നെ പോലുള്ള മടിച്ചികൾക്ക്. പിന്നെ കുറച്ച് നനച്ചുള്ളി പണിയുണ്ട്. അപ്പം ഞാനിന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ റെസിപ്പി ഒന്ന് ഷടപടയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലീനിങ് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ ബീഫ് കേക്ക് വൃത്തിയാക്കി വെച്ചെടുത്തിക്കണം കേട്ടോ. അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാവരും പാടെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. ഒന്ന് ചതച്ചെടുത്തു. പിന്നെ എനിക്ക് ഒരു ചെറിയ രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇവരെല്ലാവരും പാടെ ഒന്നിച്ച് നിരത്തിയപ്പോൾ യൂണിഫോം ഇട്ട മാതിരിയായി. ഓരോരുത്തർ വേറിച്ച് കാണാൻ പറ്റണില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ബിരിയാണിക്ക് ഞാൻ മുളകും പൊടി എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ മുളകും പൊടി ഇല്ലാത്ത ബിരിയാണി എന്തോ ഒരു ഇടങ്ങേറാണ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയൊക്കെയാണ്. എന്നാലും ഞാനിന്ന് മുളക് പൊടി എടുത്തിട്ടില്ല. പിന്നെ സവോള ഒന്നും വഴറ്റണ പരിപാടിയൊന്നുമില്ല. ഞാൻ കുറച്ച് സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനെ കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്തിന്ന് കുറച്ച് തീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി എല്ലാവരും ചേർത്ത് കൊടുത്ത് ബാക്കി കുറച്ച് നമുക്ക് ഡെക്കറേഷൻ്റെ സമയത്ത് ചേർക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യത്തിന് തൈരും ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ബിരിയാണി. എന്നിട്ട് എല്ലാവരും പാടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നേക്ക് നമ്മൾ സവോള ഫ്രൈ ചെയ്തിരുന്നല്ലോ, അതിനൊരു ഇത്തിരി ഓയിലും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ടേനി കേട്ടോ. ഈ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാൻ മടിയുള്ളവർക്കും പിന്നെ ചിലർക്ക് ഇങ്ങനെ അധികം ആ ഒരു സവോളയും തക്കാളിൻ്റെയും ആ ഒരു അധികം മസാല ഇഷ്ടം ഉണ്ടാവില്ല. ഈ ഒരു പീസായിട്ട് കിട്ടാനൊക്കെ കാരണം ഇഷ്ടം. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വിധത്തിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനും ഒരു ദിവസം ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നൊരു ആഗ്രഹത്തിന് ഉണ്ടാക്കി നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിക്കണേ. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല കളീൻ്റെ തിരക്കിലാണ്. ഇന്നിപ്പോൾ ഓൾക്ക് നനച്ചുള്ളി പണിക്ക് കൂടി തരാൻ വലിയ മൂടൊന്നുമില്ല. ശനിയാഴ്ച ഓല് കട്ടക്ക് കൂടെ നിന്നിട്ടുണ്ടതിന്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഓല നിർബന്ധിച്ചാലൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ചോറും ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ബീഫ് ഇതാ റെഡിയായി വന്നിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മളെ ചോറും കൂടി ഒന്ന് വെന്ത് തരട്ടെ കേട്ടോ. ആ സമയം അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊള്ളയിലിട്ട് കൊഴിക്കാന്ന് വിചാരിച്ച് ഒരു മാങ്ങ കണ്ടപ്പോൾ അതെടുത്ത് കണ്ട് അത് നിങ്ങളെ കാട്ടി കൊതിപ്പിച്ചിട്ട് വേണം എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ അത് ഞോക്കി പിഞ്ഞ് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കണ സമയം കൊണ്ട് എൻ്റെ തട്ടത്ത് കൂടി ആയിട്ടുണ്ടേനി കേട്ടോ. അപ്പോഴാണ് അയലൊക്കത്തുനിന്ന് കുറച്ച് ചക്കച്ചോളയും കൊണ്ടു തന്നിട്ടുണ്ടേനി കേട്ടോ. ഇത്തവണ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളെയും കൂടി കാട്ടി കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മള് ചോറ് തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞാന് ആ ഒരു പാത്രത്തിൽ തന്നെ തിളപ്പിച്ചൂറ്റിയ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മസാല ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോറിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെപ്പോഴും ബിരിയാണിക്ക് ചെയ്യണ പോലെയൊക്കെ തന്നെ. ആ മസാലേൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നെയ്യൊക്കെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ നനച്ചുള്ളി പണിക്ക് നിൽക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഷടപടയുന്ന ഒരു ക്ലീനിങ്ങും പാസ്സാക്കി ഫുള്ള് ഇതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി എടുത്തേക്കണം കേട്ടോ. ബിരിയാണി നെയ്ച്ചോറും ആണെങ്കിൽ അതിക്ക് സള്ളാസ് ഇല്ലാത്ത ഒരു സുഖവും നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സള്ളാസും സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഒരുവിധം പണികളൊക്കെ തീർത്തതിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ ആയുധമായിട്ട് ഇറങ്ങിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഹാളെന്തെങ്കിലും മാറാലേക്കൊന്ന് തട്ടി സെറ്റാക്കണം. അതേപോലെ തന്നെ നമ്മൾ ജനലുകൾ കുറേ തുടക്കാൻ വേണ്ടിയിട്ട് വിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കണം. കാരണം 2 റൂമിലത്തെ ജനലുകൾ കൊണ്ട് തുടക്കാൻ. അപ്പോൾ തന്നെ എൻ്റെ കാക്ക വടിയെടുത്ത് ഞാനും ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് ആ കോല് നീട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാണ് കേട്ടോ. അതിൻ്റെ തല അവിടെ പുള്ളിക്കാരന് വലിച്ചിട്ടിട്ടാണ് കേട്ടോ ഈ കോലും കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 2 വീഡിയോയിലും ഉണ്ടല്ലോ കമൻസ് വന്നിട്ടുണ്ടേനി ആ മാറാല തട്ടുന്ന സമയത്ത് പൊടി തട്ടുന്ന സമയത്ത് മാസ്ക് ഇട്ടുകൂടെ എന്നുള്ളത്. അധികം പൊടിയൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാസ്ക് ഉപയോഗിച്ചാൽ. പിന്നെ നല്ല പൊടിയുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ തട്ടം കൊണ്ട് ഇങ്ങനെ മുഖം ചുറ്റി മറക്കലും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടകൂടെ മാറാലക്കോലിന് വേണ്ടി 2ആളും പാടെ അടിയായി. പിന്നെ അത് പരിഹരിച്ചലായി. അങ്ങനെ എന്താ പറയുന്നത്. എൻ്റെ പണി ഒരു തലക്കെന്ന് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഒരു തലക്ക ഓല് വേറെ പണി ഉണ്ടാക്കി തരുന്നുണ്ട്. ഇന്നിപ്പോൾ ഓൽക്കൊന്നും നനച്ചുള്ളി പണിക്ക് കൂടി തരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇനി കേട്ടോ. പക്ഷെ ഞാൻ വെള്ളം കൊണ്ട് വരുന്നേ കണ്ടപ്പോൾ പിന്നെ ഓലൊക്കെ ആക്റ്റീവായിട്ട് 2ആളും വന്നിട്ടുണ്ട് ഇനി കേട്ടോ. അജിക്കുട്ടനൊന്നും കിട്ടിയിട്ട് തന്നെ അല്ല, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് പന്തളിക്കാനൊക്കെ കുറേ കൂട്ടുകാരന്മാരുണ്ടായതുകൊണ്ട് ഓൻ പോയിട്ടോ. പിന്നെ ഞാൻ ഇന്നും ഓലെ നിർബന്ധിച്ചില്ല കേട്ടോ. കാരണം ഇന്നലെ ഒരു സന്തോഷത്തോട് കൂടി തന്നു. പക്ഷേ ചിലപ്പോൾ ഇന്നും കൂടി പറയുകയാണെങ്കിൽ ആദ്യങ്ങൾക്കൊരു ഭയങ്കര ഒരു ഇതേകാരം നിർബന്ധിച്ച് കൂടണ മാതിരി കാരം. അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇന്നോലെ കൂട്ടിയിട്ടില്ല. ഇന്നോല്
ഓല് ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഞാനത് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇവിടെ വേറെ രണ്ടാൾക്കാർ എൻ്റെ കൂടെ ഉണ്ടേ. വിശ്രമമില്ലാത്ത വേളകളെ ആനന്ദകരമാക്കുവാൻ ചെറിയ പാട്ടൊക്കെ പാടുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? എന്നോട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വ്ളോഗിൽ പാട്ട് പാടിയപ്പോൾ പറഞ്ഞു എന്നും ഓരോ പാട്ട് പാടി വീഡിയോയിൽ ഇട്ടൂടെ, പാടാൻ അറിയുന്നതുകൊണ്ട് വീഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നല്ല കേട്ടോ, എപ്പോഴും നീ പാടാനുള്ള മൂടൊന്നും വരില്ല. പിന്നെ എനിക്ക് പലപ്പോഴും പാട്ടൊക്കെ വരിക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന സമയത്ത്. അപ്പൊ ആ പാട്ട് പാടുന്നതിൽ കൂടി ആ പണിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ എന്താ നമ്മൾ പറയാ അതിന്, ആ ഒരു സ്ട്രെസ് ഒന്നും അറിയാതെ ആ പാട്ടിൽ ഇങ്ങനെ അലിഞ്ഞു പോകും. ഇന്നിപ്പോ അങ്ങനെ വല്ലാണ്ട് അലിയാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ അകം മൊത്തം വള്ളക്കളിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കാനുള്ള പരിപാടി. അപ്പോൾ തന്നെ ഞാൻ ഏതായാലും ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ടൊന്ന് വള്ളത്ത് പണി ആയതുകൊണ്ടാണ് ഓലിൻ്റെ കൂടെ സഹകരണങ്ങളൊക്കെ ആയിട്ട് നിൽക്കണത് കേട്ടോ. പിന്നെ ഞാൻ എവിടെ തുടക്കുമ്പോഴും ഈ നീല ഇതന്നെ കേട്ടോ, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്. അപ്പം ഇനി കഴുകാതെ ഉപയോഗിക്കണമെന്നല്ല, ഞാൻ ഡെയിലി കഴുകി ഇടലുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ജനലുകളും തുടച്ച് വരുമ്പോൾ വെള്ളം കേട് വരുമ്പോൾ വെള്ളം മാറ്റി പുതിയ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സൈഡിലെ ജനലിലേക്ക് എത്തിയപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. ആ വേളകളിലെ ആനന്ദകരം ആക്കിയതാണ് കേട്ടോ ഇത്. അവിടെ ഉണ്ടായിരുന്നു ഈ ഫേൺസ് ഉണ്ടല്ലോ, ഈ എന്തിനു പറയാ, ഈ വേലിമലൊക്കെ ഉണ്ടാകുന്ന ആ സാധനം, ആ ഒരു അതിന് വേറെന്തൊരു പേരുണ്ടല്ലോ, ഇപ്പൊ കിട്ടണില്ല. അപ്പം അതും കൊണ്ട് കുറച്ചു നേരമൊക്കെ കുട്ടികളെ കൂടെ അവിടെ ഇരുന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയമായി അതിന്റെ പിന്നാലെ കൂടിയാൽ ഇതെനിക്ക് ഇവിടെ കിടക്കും. പിന്നെ ഇവിടെ എനിക്ക് കസാരമ്മ വെച്ചിട്ടും എത്തനുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ജനൽമ നിന്ന് തൂങ്ങിയാടിയൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊന്നും ആരും കണ്ടനുകരിക്കരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ വിഗൂലെന്നുള്ള ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് കേട്ടോ ഈ പക പണികളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊന്നും ഇപ്പൊ ഇന്നത്തെ നിഘണ്ടുവിലില്ലാത്ത പണിയാണ് കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ കുറച്ചധികം പുല്ലുകളൊക്കെ ഉണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഏതായാലും കുറച്ച് തണൽ കിട്ടിയതല്ലേ, തണലത്ത് നിന്നുള്ള പണി കുറച്ച് സമയം തണലത്താകാം ജോലി എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഈ ഭാഗത്തുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ കയ്യിൽ കവറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അധികം മണ്ണൊന്നും ആക്കണില്ല. പുല്ലിങ്ങനെ മേലോടുള്ള ഇങ്ങനെ പറിച്ച് പോണതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ തന്നെ അങ്ങനെ കമൻസ് വരലുണ്ട്, 7 മാസമായ കുട്ടീനെയും കൊണ്ട് ആണ് എവിടുന്നാണ് നനച്ചുള്ളി പണി തുടങ്ങണമെന്ന് അറിയില്ല, അതുകൊണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തോലോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തലേ ദിവസം ചെറുതായിട്ടൊരു മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അരിഞ്ഞ് വെക്കുക. അല്ലെങ്കിൽ അന്നത്തെ ലഞ്ചൊക്കെ ഒന്ന് കുറച്ച് സിമ്പിളാക്കുക. 1-2 കറികൾ മുതുക്കുക. അങ്ങനെയൊക്കെ കുറച്ച് നേരത്തെ നീച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പറ്റണ പോലെ കുറേശ്ശെ എടുത്തിട്ട് തീർക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഇതിലൊക്കെ പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ കുട്ടികളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പൊ പിന്നെ സേനക്കുട്ടനെ കുറച്ചും കൂടെ ഒക്കെ ആയി. പിന്നെ ഇവള് ലീവുള്ള ദിവസമാകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവനെ നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ, ഓലെ തന്നെ നോക്കും. പിന്നെ ഈ ഭാഗത്തെ ജനൽ നമ്മൾ അന്ന് തുടക്കാതെ വിട്ടതേനല്ലോ. അപ്പം അത് ഞാൻ നമ്മളെ തുടക്കണ വടിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ തുടക്കണത്. ഇങ്ങനെ തുടച്ചാൽ നമ്മൾ വിചാരിച്ച സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടൂല. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് അത്ര മതി എന്നിങ്ങോട്ട് വിചാരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് പെർഫെക്ഷൻ നോക്കാൻ നിന്നാൽ സംഗതി ശരിയാവില്ല. എൻ്റെ ഫാന് തട്ടീന കോലം കണ്ടെങ്കിൽ അപ്പം ഇന്നലെ എനിക്ക് കുറച്ച് അസിസ്റ്റന്റ്മാരുമില്ലേനോ, ഓല് കൂടിയതുകൊണ്ട് കിട്ടിയ കോണാണത്. അതിൻ്റെ ഒരു സുനാപ്ലിക്കേഷൻ പൊട്ടിച്ചിരിക്കണ്. അപ്പം അത് വിചാരിച്ച മാതിരി ഫാനൊന്നും ക്ലീൻ ചെയ്യാൻ കിട്ടണില്ല. അതിങ്ങനെ താക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് നിന്നാടും, അല്ലെങ്കിൽ ഫാന് നിന്നാടും. അങ്ങനെ രണ്ടാളും കൂടി പറഞ്ഞുറച്ച് ഒരു അന്തർധാരണയിൽ എത്തണ്ടേ. പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ മാറാലക്കോലിനെ തന്നെ വിളിച്ച് അതിൻ്റെ മുകളിൽ ഈ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാനത് പിന്നെ തുടച്ചെടുത്തു കേട്ടോ. വിചാരിച്ച മാതിരിയൊന്നും ആയില്ല, പക്ഷെ എന്നാലും ഒരുവിധം പൊടിയൊക്കെ ഇങ്ങോട്ട് പോകുന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മെയിൻ അജണ്ട ജനലുകൾ തുടക്കൽ തന്നെ ഇനി കേട്ടോ. ആ റൂമിൽ നമ്മൾ 3 വിട്ടത്, പിന്നെ ഈ റൂമിൽ 6 വിട്ടത്, പിന്നെ ഈ ഹോളിലുള്ള ഈ 3 കൂടി വന്നാൽ ഇന്നൊക്കെ 12 ജനലായി. ഈ മേലക്ക് ഇങ്ങനെ നോക്കി എൻ്റെ പെരടിയും കണ്ണൊക്കെ വേദന എടുക്കൽ തുടങ്ങി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ 3 ജനലും അങ്ങോട്ട് അവസാനിപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം എന്തിനാ അത്രയും ഉണ്ടോ എൻ്റെ ജനല്.
ഓരോരുത്തർക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ പോരല്ലേ. പക്ഷെ ഇത്തിരി വെട്ടം വിളിച്ചാൽ പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജനലുകളൊക്കെ വേണടോ. അപ്പൊ ഞാനത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പത്തെ കലാപരിപാടികൾ. ഞാൻ പറഞ്ഞില്ലേ ഓൽക്ക് ലീവുള്ള ദിവസം പിന്നെ ഓലെ പാവകുട്ടിക്കാരട്ടോ ഓൽക്ക് സ്കൂൾ കൊണ്ടുപോകാനും മദ്രസ് കൊണ്ടുപോകാനും തൊപ്പി വെച്ച് കൊടുക്കാനും ഒക്കെ തരും. പാവായി നിന്നും കൊടുക്കൂട്ടോ. ഇപ്പൊ സ്കൂൾക്ക് പോവുകയാണ്, അമ്മ കുട്ടീനെ സ്കൂൾ കൊണ്ടുപോയാക്കാൻ പോവുകയാണ് കേട്ടോ. ഈ സൺഡേ ഒക്കെ ഉള്ള ദിവസം ഓല് കളിച്ചിട്ടത് നോക്കിന്നാല് പിന്നെ എനിക്ക് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ. അത്രക്കോനും വിറ്റുണ്ടാവും ഓല വക. അപ്പൊ തൽക്കാലികം ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടം കൊണ്ട് ക്ലീനിങ് അവസാനിപ്പിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല പെരടിക്ക് വേദന ആയപ്പോ തൽക്കാലികം എപ്പിഡോസ് 3 ഇവിടം കൊണ്ട് അങ്ങനെ നിർത്തി. ഇനി ബാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഹാളില് വീണ്ടും 3-4 ജനലുകളും നമ്മളെ ടേബിളും ചെയറുകളും വാതിലും അവിടേക്കൊന്നും എത്തിയിട്ട് തന്നെയല്ല. അപ്പം അതൊക്കെ ഇനി പിന്നൊരു ദിവസം മിക്കവാറും നാളത്തെ ദിവസം ഞാൻ ലീവ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റത്തെ ദിവസമൊക്കെ ആയിട്ട് കുറേശ്ശെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പൊ കുട്ടികളെ കൊണ്ടൊന്നും ഇനിയും നനച്ചൊലി തുടങ്ങാത്തവര് വേഗം തന്നെ തുടങ്ങിക്കോളി. കാരണം സമയം ഇനിയില്ല, ദിവസങ്ങൾ ഇനി കുറവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിക്ക് എത്തിക്കണം കേട്ടോ. മക്കൾക്കൊക്കെ വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓൽക്കൊക്കെ ഒന്ന് വേഗം ഒന്ന് ചോറ് എടുക്കട്ടെ കേട്ടോ. ഞാൻ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് ചോറുന്നത്. കാരണം ചോറ് തിന്നാ പിന്നെ ഒന്നിനും തോന്നൂല, എവിടെങ്കിലും ഒന്ന് ഇരിക്കാനോ കിടക്കാനൊക്കെ തോന്നുള്ളൂ. അപ്പൊ പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടാവുമ്പോൾ പിന്നെ നമുക്ക് ഇരുന്നാലും കിടന്നാലും ഒന്നും ഒരു വിഷയമില്ലല്ലോ. ഒരു കോഴി കുറച്ച് നേരമായി ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ തുടങ്ങിയപ്പോ മുതൽ കൂക്കിക്കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ ബിരിയാണി ഉണ്ടല്ലോ, അടിപൊളിയേനി കേട്ടോ. അധികം ഉള്ളിയൊക്കെ വയറ്റാനൊക്കെ മടിയില്ലൂര്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടേനെ കേട്ടോ. ഈ ഒരു രീതിയിൽ ബിരിയാണി വെച്ചപ്പോൾ ബീഫ് ബിരിയാണി ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ. നനച്ചുള്ളിപ്പണി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയോ? അപ്പം ഇന്ന് എപ്പിഡോസ് 3 ഞാൻ അവസാനിപ്പിച്ചു. അപ്പം ഇനി ബാക്കി കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങും ബാക്കി കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ വരാം കേട്ടോ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.